പ്യുർ കോട്ടൺ ഹക്കോബ ഫാബ്രിക് ഓഫ് വൈറ്റ് ഷെയ്ഡി വന്നിട്ട് യോക്കിൽ നല്ല കളേഴ്സിൽ എംബ്രോയിഡറി വരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ എംബ്രോയിഡേഡ് ഓർഗൻസ ദുപ്പട്ടയും പെയർ ചെയ്തിരിക്കുന്ന 1995 റേഞ്ചിലുള്ള സൽവാസാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. രണ്ട് ടൈപ്സ് കട്ട് വർക്ക് വരുന്ന ഹെക്കോബ കോട്ടൺ ഫാബ്രിക്കാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഇത് വരുന്നു, ഓൾട്ടർനേറ്റിംഗ് ആയിട്ടാണ് വരുന്നത്. സെക്കൻഡ് ഇത് വരുന്നു, പിന്നെ അത് തന്നെ ഓൾട്ടർനേറ്റിംഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. യോക്കിൽ ഇങ്ങനെ ഒരു പാച്ച് കൊടുത്തിട്ട് അതിനകത്ത് ഇവിടെ വരുന്നത് പിങ്ക് ആൻഡ് മെറൂൺ ഗ്രീൻ കോമ്പിനേഷനിലുള്ള എംബ്രോയിഡറി ആണ്. അതിന് ചുറ്റും ലേസ് ബോർഡറും കൊടുത്തിട്ടുണ്ട്. ദാമനിലേക്ക് വരുമ്പോഴും ആ സെയിം പാച്ച് തന്നെ ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ പ്ലീറ്റ്സ് ആണ് വന്നിട്ടുള്ളത്. അതിൻ്റെ എൻഡിൽ ലേസ് ബോർഡറും പിന്നെ എംബ്രോയിഡേഡ് ഓർഗൻസ ബോർഡർ വിത്ത് സ്കാലപ്പും വരുന്നുണ്ട്. നല്ലൊരു ഡിസൈനർ സൽവാർ സെറ്റാണ് ഇത് വരുന്നത്. ബാക്ക് സൈഡിലും സെയിം ഹക്കോബ പാറ്റേൺ തന്നെ ഓൾട്ടർനേറ്റിംഗ് ആയിട്ട് രണ്ട് ടൈപ്പ് കട്ട് വർക്ക് വരുന്ന ഹക്കോബ ഫാബ്രിക്കാണ് വരുന്നത്. സ്ലീവ്സിനും ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള സാൻഡൂൺ ബോട്ടം വരുന്നു. ദുപ്പട്ട വരുന്നത് ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള ഓർഗൻസ ഫാബ്രിക്കിൽ നമ്മുടെ ആ യോക്കിലെ സെയിം പാച്ച് തന്നെ ഹൊറിസോണ്ടൽ ആയിട്ട് ദുപ്പട്ടയുടെ രണ്ട് എൻസിലും കൊടുത്തിരിക്കുന്നു. രണ്ട് എൻസിൽ ലേസ് ബോർഡറും വരുന്നു. റേറ്റ് വരുന്നത് 1995. ബാക്കി മൂന്നെണ്ണത്തിലും എംബ്രോയിഡറിയുടെ കോമ്പിനേഷൻ ഡിഫറൻസേ ഉള്ളൂ. ഇവിടെ വരുന്ന ഗ്രീൻ എംബ്രോയിഡറി ആണ്. സോ ദുപ്പട്ടയിലും ദാമൻ പോർഷൻ എല്ലായിടത്തും ആ എംബ്രോയിഡേഡ് പാച്ച് മാത്രം ഡിഫറൻസ് ഉണ്ട്. ബാക്കി എല്ലാം സെയിം തന്നെ. നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലൂ കോമ്പിനേഷൻ ആണ് ദുപ്പട്ട. ബോട്ടം എല്ലാത്തിൻ്റെയും ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള സാൻഡൂൺ ബോട്ടം ആയിരിക്കും. ആൻഡ് ലാസ്റ്റ് വൺ വരുന്നത് പിങ്ക് കോമ്പിനേഷൻ ആണ് ദുപ്പട്ട. റേറ്റ് വരുന്നത് 1995.